നമസ്കാരം. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പരയിലെ തകർപ്പൻ ജയങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിലെ സെലക്ഷൻ രീതികളെക്കുറിച്ചും ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന്റെ നിലപാടുകളെക്കുറിച്ചും നിർണായക വെളിപ്പെടുത്തലുമായി തന്നെ പലരും എത്തുകയെന്നിടയിൽ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് കൂടി ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷനെ ഗംഭീറിന് വലിയ ഇഷ്ടമാണെന്നും തനിക്ക് ബോധ്യമുള്ള കളിക്കാരെ ടീമിലെടുക്കാൻ ഗംഭീറിന് പ്രത്യേക വാശിയുണ്ടെന്നുമാണ് കൈഫ് വ്യക്തമാക്കുന്നത്. ഗംഭീറിന്റെ വാശിയെക്കുറിച്ചും ആര് പറഞ്ഞാലും മാറാത്ത ഗംഭീറിന്റെ സ്വഭാവത്തെക്കുറിച്ചും എല്ലാവർക്കും നന്നായി അറിയുന്നതാണ്. ഗംഭീറിന്റെ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഗംഭീർ വിചാരിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ടീമിനെ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ, അവർ ജയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗംഭീറിന്റെ സന്തോഷം, അത് വളരെയധികം അഹങ്കാരമുള്ളതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കാർക്ക് അത് അഭിമാനമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. താൻ പറയുന്ന രീതിയിൽ ടീമിനെ രൂപപ്പെടുത്തിയെടുത്ത് അവരെ കൊണ്ട് ജയിപ്പിക്കുന്നത് ഗംഭീറിനൊരു ഹരമാണ്. ഗംഭീറിനെ കൊണ്ട് എപ്പോഴും സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഗംഭീർ പറഞ്ഞ ഒരു കാര്യം പോലും അവർ സമ്മതിക്കാതെ, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം പോലും അവിടെ ഒരു മാറ്റം ഉണ്ടായാൽ അത് ടീമിനെ ബാധിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുമുണ്ട്. അതുകൊണ്ട് ഗംഭീർ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വളരെ വ്യക്തവും അതുപോലെ തന്നെ വളരെയധികം തന്നെ നമുക്ക് മനസ്സിലാകുന്നതുമാണ് എന്ന് പറയാം. ടീമിന്റെ നല്ലതിന് വേണ്ടി തന്നെയാണ് ഗംഭീർ എപ്പോഴും അദ്ദേഹത്തിന്റെ ചുവടുകൾ വെക്കാറുള്ളത്. ഓരോ താരത്തിനോടുമുള്ള ഇഷ്ടം അദ്ദേഹം അവരുടെ ഫോം അനുസരിച്ച് തന്നെ മാറ്റുകയും ചെയ്യും. ഇപ്പോൾ ഗംഭീറിന് ഇഷ്ടമുണ്ട്, അദ്ദേഹം ഒരു മോശം കളിക്കാരനാണ് എങ്കിൽ പോലും ഗംഭീർ അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കില്ല. ഗംഭീറിന് ഇഷ്ടപ്പെടണമെങ്കിൽ പോലും നമ്മൾ നന്നായി കളിക്കുന്നവരും നല്ല ഫോം ഉള്ളവരുമായിരിക്കണം. അങ്ങനെയാണ് ഗംഭീർ ആളുകളെ ചൂസ് ചെയ്യുന്നത്. അതായത് ഗംഭീറിന്റെ ഇഷ്ടമുള്ളവരുടെ പട്ടിക എടുത്തു നോക്കിയാൽ പോലും മോശമായി കളിക്കുന്ന ഒരാൾ പോലും ആ പട്ടികയിൽ ഉണ്ടാകില്ല. ഇപ്പോൾ മോശമാണെങ്കിൽ പോലും ഗംഭീർ അപ്പോൾ തന്നെ അവരെ തട്ടി മാറ്റുന്ന ഒരു പ്രകൃതക്കാരനാണ്. സമയം കൊടുത്ത് അവർക്ക് അവരുടേതായ സമയത്തിൽ തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഗംഭീറിന്റെ കയ്യിൽ നിൽക്കില്ല എന്നതാണ് സത്യം. തന്റെ യൂട്യൂബ് ചാനൽ സംസാരിക്കവെയാണ് കൈഫ് ഇതിന്റെ വിശകലനം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഗംഭീറിന് ആരെങ്കിലും ബോധിച്ചാൽ പിന്നെ ആ കാര്യത്തിൽ പുള്ളിക്ക് വലിയ നിർബന്ധമായിരിക്കും. ഗംഭീറിന് ഇഷാൻ കിഷനെ വലിയ ഇഷ്ടമാണ്. ഇഷാനിന് ടീമിൽ കളിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന് നീണ്ട പിന്തുണ കോച്ചിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. വാഷിംഗ്ടൺ സുന്ദറിനെ പോലെ ഗംഭീർ എത്രത്തോളമാണ് പിന്തുണച്ചതെന്ന് നമ്മൾ നോക്കണം. അശ്വിനെ പോലെ മാറ്റി നിർത്തിയാണ് സുന്ദറിനെ ടെസ്റ്റിൽ കളിപ്പിച്ചത്. ഹർഷിത് റാണയുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. ആരെന്ത് പറഞ്ഞാലും ഗംഭീറിന് ഈ ഒരു ഗുണമുണ്ട്. ഒരു കളിക്കാരന്റെ കഴിവ് തിരിച്ചറിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഗംഭീർ നിലകൊള്ളും. ആ തീരുമാനം ശരിയോ തെറ്റോ എന്നത് പിന്നീടുള്ള കാര്യമാണ്. അത് അദ്ദേഹം രണ്ടാമതാക്കി മാറ്റും. പക്ഷെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന് ക്യാപ്റ്റനെ പോലെ ബോധ്യപ്പെടുത്താൻ ഗംഭീറിന് സാധിക്കും. തുടക്കത്തിൽ ബാറ്റിംഗിൽ തിളങ്ങിയതായിരുന്നിട്ടും ഹർഷിത് റാണ ഓൾറൗണ്ടർ എന്ന നിലയിൽ ഗംഭീർ പിന്തുണച്ചതിനെ കൈഫ് ന്യായീകരിച്ചാണ് സംസാരിച്ചത്. ന്യൂസിലൻഡിനെതിരായ ഏകദിനത്തിൽ അർദ്ധ സെഞ്ചുറി നേടി റാണ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചതായും കൈഫ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിക്കിന് ശേഷം അഫ്ഗാനിസ്ഥാനെതിരായ 3-ാം ഏകദിനത്തിലും റാണ തിരിച്ചെത്തിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലിനെ കുറിച്ചും കൈഫ് വലിയ പ്രവചനം നടത്തിയിട്ടുണ്ട്. T20 ലോകകപ്പിലുള്ള ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടും IPL 2026-ൽ 732 റൺസ് എന്ന തകർപ്പൻ പ്രകടനം നടത്തിയാണ് ഗില്ല് തിരിച്ചെത്തിയതിനെ കുറിച്ചും കൈഫ് പ്രശംസിച്ചു.